പഞ്ചാബിലെ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കണേ കണ്ടോ. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ലിക്കർ വിൽക്കാൻ പെർമിഷൻ ഉണ്ട് കണ്ടോ. ഇത് സൂപ്പർ മാർക്കറ്റാണ്. നിങ്ങൾ നോക്കിയാൽ താഴോട്ട് പോയാൽ ഫുഡായിട്ട് ഇരിക്കുന്നതാണ്. അത് നോക്കി കണ്ടോ. നമ്മുടെ കേരളത്തിൽ സർക്കാർ ബിവറേജ് പിടിച്ചു വെച്ചിട്ട് എവിടെയെങ്കിലും ഒരു 10-500 എണ്ണം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലായിടും അവൈലബിൾ ആണ്. ഇവിടെ സാധനം വാങ്ങാൻ ആളില്ല കണ്ടോ. ഇതുപോലെ ഓപ്പണൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ കുടിയൊക്കെ അങ്ങ് നിൽക്കും. കേരളം പോലും ആഞ്ഞു കുടിക്കില്ല. ഇവിടെ ഇത് വാങ്ങാൻ പോലും ആളില്ല. അവർക്ക് ഇതിന്റെ കാണാതെ പ്രൈസ് പോലും അറിയില്ല കണ്ടോ. ഇനി ഞാനിതാ പോവേണേ മുൻപിലോട്ട്. ഇതാ അവര് കൗണ്ടറിൽ ബില്ല് ചെയ്യേ കണ്ടോ. നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇതുപോലെ കേരളത്തിലാക്കേണ്ടതല്ലേ. എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലാ സൈഡിലും ഇത് അവൈലബിലിറ്റി ആക്കണം. ഓപ്പണൈസ് ചെയ്യണം. ഓപ്പണൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മനുഷ്യന്റെ അത്യാഗ്രഹം കുറയും, കുടി കുറയും, ഇതിനോടുള്ള ആവേശം കുറയും. ഇവിടെ കണ്ടോ ഒരൊറ്റ ആളില്ല സാധനം വാങ്ങാൻ. ഈ ലിക്കറൊന്നും അവർക്ക് MRP പോലും അറിയില്ല അതിന്റെ കണ്ടോ. ഇത് അവരുടെ അടുത്ത സെക്ഷനാണ്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേ. നിങ്ങളത് നന്നായിട്ട് നോക്കിക്കണ്ടോ. ഈ സാധനത്തിന്റെ MRPയോ പ്രൈസോ ഒന്നും അറിയില്ല. അവർ സിസ്റ്റത്തിൽ നോക്കിയാണ് പറഞ്ഞു തരുന്നത്. നമ്മൾ കേരളത്തിലാണെങ്കിലോ ഇപ്പോൾ പെൺകുട്ടികളാണ് സെയിൽസിന് നിൽക്കുന്നത്. അവർക്ക് പോലും ഏറ്റവും ചാത്ത സാധനം മുതൽ കംപ്ലീറ്റ് സാധനങ്ങളുടെ MRP അറിയാം. ഇത് നമ്മൾ പിള്ളേരെയൊക്കെ നോക്കിയേ. അവർക്ക് ഒരു കസ്റ്റമറില്ല ഇവിടെ. അല്ലില്ല. ഒരു കസ്റ്റമറില്ല കണ്ടല്ലോ. കൂടിയ സാധനമൊക്കെ ഇരിപ്പുണ്ട് 5000, 7000, 8000 രൂപയൊക്കെ. നമ്മുടെ കേരളത്തിൽ ഒരു 10-12,000 ഇങ്ങനെയൊക്കെ വിലയുള്ളതും 2000, 4000, 5000 രൂപ വിലയുള്ളതുണ്ട്. ഇതാണ്ട് തൊട്ട് താഴെ സാധാ സാധനം ഇരിപ്പുണ്ട്. കണ്ടല്ലോ. ഇത് സൂപ്പർ മാർക്കറ്റാണ്. ഇതുപോലെ സൂപ്പർ മാർക്കറ്റ് കണ്ടോ. ഇതുപോലെ കേരളത്തിലാക്കിയാൽ മനുഷ്യന്റെ ആർത്തി തീരും. ഇതാണ്ടോ. ഒന്നും എടുക്കാൻ ആളില്ല. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഓരോ ഷോപ്പിന്റെ മുമ്പേ 500-600 കിലോമീറ്റർ 500-600 മീറ്ററാണ് ക്യൂ. എന്നിട്ടോ അതിന് വല്ല ആർത്തിക്ക് കുറവുണ്ടോ. എന്നൊക്കെ നമ്മൾ കണ്ടുപഠിക്കുന്നതാണ്. ഇവിടെ പഞ്ചാബിൽ ഛത്തീസ്ഗഡിലൊക്കെ ഓപ്പണൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് മദ്യം ഓപ്പണൈസിംഗ് ആണ്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും വയ്ക്കാം, എല്ലായിടത്തും വിൽക്കാം. നമുക്കവിടെ ഇതൊന്നും പറ്റില്ല. പക്ഷെ അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ എല്ലാവരും ഡ്രഗ് അഡിക്റ്റ് ആവുന്നത്. അത് ഓപ്പണൈസ് ചെയ്യണം. എല്ലാം ഓപ്പണൈസ് ചെയ്ത് എല്ലായിടും അവൈലബിലിറ്റി വരുത്തണം. അപ്പോൾ കൊച്ചിലെ മുതലേ തന്നെ അതിൻ്റെ ഗുഡ് ഡ്രിങ്കും ബാഡ് ഡ്രിങ്കും പഠിക്കും. ഇതിൻ്റെ നെഗറ്റീവ് പഠിക്കും. പിള്ളേരെ നിർത്തും. അതോടെ അനാവശ്യമായിട്ട് ഡ്രിങ്ക് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ഇതാണോ. ഇതൊരു സൂപ്പർ മാർക്കറ്റാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇത് കേരള ഗവൺമെന്റിനും ബോധം വന്നിട്ടില്ല. പിന്നെ നമ്മുടെ അവിടുത്തെ കുറേ മതപണ്ഡിതന്മാരുണ്ട്. അവന്മാരാണ് ഇതിനെല്ലാത്തിനെതിരെ ഉടനെ സമരവും കൊണ്ടിറങ്ങിക്കോളും. ഞാനിത് ഒടി ഉറപ്പിച്ച് പറയണത് കണ്ടോ. ഇത് പഞ്ചാബ്. ഞാൻ ഇപ്പൊ നിൽക്കുന്ന പഞ്ചാബിൽ ഷൂട്ട് ചെയ്യണം. കണ്ടോ നോക്കി എത്ര കസ്റ്റമർ ഉണ്ട്. ആരും ഇല്ല ഉണ്ടോ ഇവിടെ. ഇത് എല്ലായിടത്തും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ സൈഡിലും നിങ്ങൾ ഓരോ 100 മീറ്റർ പോയാലും ഷോപ്പുകളിലെല്ലാം ഇത് അവൈലബിൾ ആണ്. കേരളത്തിന്റെ ശാപം എന്നുള്ള ഇതാണ്. അതായത് എല്ലാം ഒളിച്ച് ചെയ്യണ പരിപാടി. ഓപ്പണൈസ് ചെയ്യണം. എന്ത് ഓപ്പണൈസ് ചെയ്ത് വെക്കണം. ആരും തൊടില്ല. ഇവിടെ ആരാ കുടിക്കണേ. അല്ല ഞാൻ പറഞ്ഞു ഷോപ്പിൽ അവർക്ക് ഇതിന്റെ പ്രൈസ് പോലും അറിയില്ല. കാരണം ആള് വരുന്നില്ല എടുക്കാൻ. അതാണ് മനസ്സിലാക്കേണ്ടത്. കേരളത്തിൽ ഏകദേശം എൻ്റെ അഭിപ്രായത്തിലൊരു 5000 മുതൽ 10,000 വരെ സൂപ്പർ മാർക്കറ്റ് ഉണ്ടാവും. മെഡിക്കൽ സ്റ്റോറിലടക്കം വെക്കണം. അതോടെ ഈ വിഷയം അങ്ങ് തീരും. ഈ ആർത്തി, കുടിയിലോടുള്ള ആർത്തി തീരും. ഷോപ്പ് പുള്ളി ഇതാ പറയണേ. ഇതിന്റെ ബേസ്മെന്റിൽ ഷോപ്പാണ്. ബേസ്മെന്റിൽ ഫുള്ളും ഷോപ്പ് എന്നാണ് പുള്ളി പറയണത്. ഇതൊന്നും നിങ്ങൾ നോക്കണം. ഇവിടെ ഒറ്റ ഷോപ്പിലും ആളില്ല. വൈകുന്നേരം ഒരു 10 കുറച്ച് കച്ചവടം നടന്നാലായി. അതാണ് നമ്മുടെ ഇവിടത്തേക്ക് പ്രത്യേകത. നിങ്ങൾ ഈ ഒന്നും ഒളിച്ചു വെച്ച് ചെയ്യാനല്ല. സ്കൂൾ മുതലേ ഇതൊക്കെ ക്ലാസ് കൊടുത്ത് കുട്ടികളെ പഠിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ഹെൽത്ത് ഡ്രിങ്ക്, ബാഡ് ഡ്രിങ്ക് എന്തൊക്കെ ഉപയോഗിച്ചാൽ നെഗറ്റീവ് വശങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കുട്ടികളെ പഠിപ്പിച്ച് പുറത്തിറക്കിയ കുട്ടികൾ ആരും ഒന്നും ചെയ്യില്ല. പകരം ഇല്ലെങ്കിൽ എന്ത് ചെയ്യണത്, എല്ലാം ഒളിച്ചൊളിച്ച് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിള്ളേരൊക്കെ വളർന്നൊരു 18-20 വയസ്സ് ചെയ്യുമ്പോൾ ഡ്രഗിലോട്ട് പെട്ടെന്ന് തിരിയും. പിന്നെ അത് യൂസ് ചെയ്യാൻ അറിഞ്ഞൂടാ അവർക്ക്. അപകടം വിളിച്ചു വരുത്തി. ഇവിടെ പഞ്ചാബ്, ജമ്മു കാശ്മീരിലൊക്കെ നിങ്ങൾ നോക്കണം, ഡ്രഗ്സ് അഡിക്റ്റഡ് ആയിരുന്നു ചെറുപ്പക്കാരൊക്കെ. പക്ഷെ ഇന്നവിടെ അവരൊക്കെ ഒരുപാട് താഴെ വന്നു. അത് എല്ലാം ഓപ്പണൈസ് ചെയ്തെന്നാണ്. ഇത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്. കേരള ഗവൺമെൻറ്റിൻ്റെ അടുത്തും കേരളത്തിലുള്ള ബോധമില്ലാത്ത മതപണ്ഡിതന്മാർക്കും ഞാനിതാ നിങ്ങൾക്ക് പിന്നെ കാണിച്ചു തരികയാണ്. ഞാനിത് ഇന്ത്യയിൽ നിന്നാണ് ഷൂട്ട് ചെയ്യണത്. ഇന്ത്യയിലെ പഞ്ചാബിൽ നിന്ന്. ഇതിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ വരെ ഛത്തീസ്ഗഡാണ്. അവിടെ ഇതിനേക്കാളും മദ്യത്തിൻ്റെ റേറ്റും കുറവാണ്. അവിടെയൊന്നും ആരും വാങ്ങാനില്ല. കുറച്ച് പേരൊക്കെ ഉള്ളൂ എല്ലാ കടകളിലും. ഇതൊക്കെ പ്രിയ പ്രേക്ഷകരെ നിങ്ങൾ മനസ്സിലാക്കണം. രക്ഷകർത്താക്കൾ മനസ്സിലാക്കണം. സ്കൂളിലെ ടീച്ചേഴ്സ് മനസ്സിലാക്കണം. അച്ഛന്മാർ, അമ്മമാർ എല്ലാവരും ഇത് മനസ്സിലാക്കി തിങ്ക് ചെയ്യും. ഇത് വീട്ടിലടക്കം നമ്മൾ ഓപ്പണൈസ് ചെയ്യണം. ഓപ്പണൈസ് ചെയ്യുമ്പോൾ കുട്ടികളിത് കണ്ടൊരു നോർമൽ രീതിയിൽ വളരുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല.
എല്ലാം ഒളിച്ചു ചെയ്യണ മലയാളി, നിന്റെ ഈ ഒളിച്ചുള്ള പരിപാടി നിർത്തിക്കൂ. അതിനുള്ള തെളിവ് ഞാൻ കേരളത്തിലെ പഞ്ചാബിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യാണ്. സൈനിങ് ഓഫ് ടൊബക്സോളോ.